എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇപ്പോൾ നമ്മയെല്ലാം കൂടുതൽ ആശങ്കയിലാക്കുന്നത് ഗസ, പാലസ്തീൻ, ഇസ്രയേൽ ഈ മൂന്ന് ഘടകങ്ങളാണ്. ഇപ്പോൾ ഒരു ചില ലോകരാഷ്ട്രങ്ങൾ UK അടക്കം പാലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കി പ്രഖ്യാപിച്ചു. നല്ല കാര്യം. അതിൽ പ്രധാനമായി ഈ രാഷ്ട്രമായി പ്രഖ്യാപിച്ചവർ മറന്നുപോയ ഒരു പ്രധാന കാര്യമുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോയി. മറ്റൊന്നുമല്ല, ഇവർ പാലസ്തീൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ പൊസിഷനെക്കുറിച്ച് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇസ്രായേൽ ഇവരെ ബോംബ് ചെയ്യുന്നു, ഇവരെ കൊല്ലാക്കൊല ചെയ്യുന്നു, പലതും ചെയ്യുന്നു എന്നാണ് ശരിയാണ് ധാരണ. പക്ഷേ ഇസ്രായേൽ എന്തുകൊണ്ടത് ചെയ്യുന്നു? കാരണം അവരുടെ ജനങ്ങൾക്കും അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതം ഉറപ്പാക്കാൻ അവർക്കത് ചെയ്യേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേലും പാലസ്തീനികളും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏറ്റവും വലിയ തെമ്മാടി ഭീകരരായ ഹമാസാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി വന്ന് ഇവരുടെ വക്കാലത്തെടുത്ത് പാലസ്തീൻ എല്ലാം ചെയ്തു കൊടുക്കാമെന്നുള്ളതിൽ അവരെ കയറി മുൻപുള്ള നേതാക്കളെല്ലാം ചവിട്ടി പുറത്താക്കി അവർക്കൊരു വിലയും കൊടുക്കാതെ ഹമാസ് എന്ന ഈ ഭീകരവാദികൾ താണ്ഡവ നൃത്തമാടി അവസാനം മറ്റൊരു രാജ്യം ഇസ്രായേൽ കയറി കൂടി അവിടെ നിന്നുള്ള ആൾക്കാരെയും പിടിച്ചുപോയി കുറച്ചുപേരെ ബന്ദികളാക്കി അട്ടഹസിച്ച് നാടകം കാണിച്ച് അവരങ്ങോട്ട് ജീവിക്കുകയാണ്. ഇതിന് ഇസ്രായേൽ കയ്യും കെട്ടി നിൽക്കണം എന്ന് പറയുന്നതിന് ഒരു ന്യായീകരണമില്ല. ഇസ്രായേൽ ഇതേ രീതി നിന്നില്ലെങ്കിൽ ഈ ഹമാസ് ഭീകരർ വീണ്ടും അവിടെ താണ്ഡവ നൃത്തമാടും. അതവർ ഇരന്ന് വാങ്ങിയതാണ്. എന്തുകൊണ്ട് ഈ രാഷ്ട്രങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല? അവർ ആദ്യം ചെയ്യേണ്ടത് പാലസ്തീന രാഷ്ട്രമായി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പരിഗണിക്കണം. അതല്ല പ്രധാനം. അതിലുപരി പ്രധാനമായുള്ളൊരു കാര്യം, അത് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും പാലസ്തീനെ അംഗീകരിച്ചിരിക്കും. അവിടെ ഇസ്രായേലിന് ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു സാഹചര്യം ഇവരുണ്ടാക്കാത്ത എന്തുകൊണ്ടാണ്? ഇനിയും അതുണ്ടാക്കാൻ ഇവരാദ്യം ചെയ്യേണ്ടത് ഈ രാഷ്ട്രങ്ങൾ ചേർന്ന്, ഈ അറബ് നാടുകളും ഇപ്പോൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചേർന്ന് ചെയ്യേണ്ടത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇവർ പിടിച്ചു വച്ചിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുക. ആ ബന്ദികളെ മോചിപ്പിച്ചതിന് ശേഷം ഒരാൾ പോലും അവശേഷിക്കാതെ ഉള്ള ഈ ഹമാസ് ഭീകരരെ ഗസയിൽ നിന്നും പുറത്താക്കുക. ഈ രണ്ട് കാര്യം ചെയ്യുക. ഈ രണ്ട് കാര്യം ചെയ്താൽ ഈ സ്വതന്ത്ര രാഷ്ട്രത്തിന് സപ്പോർട്ട് ചെയ്ത ഈ രാജ്യങ്ങളോടൊപ്പം ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നായി ചേർന്ന് ഇസ്രായേലിനോട് പറയും, ഇനി അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവരുടെ രാഷ്ട്രമായി പരിഗണിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 100% ഇസ്രായേൽ അത് അംഗീകരിക്കും. യാതൊരു ഡൗട്ടുമില്ല. ഇത് ഒരു വശത്ത് ചർച്ചകളും മറുവശത്ത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഫൈറ്റ് ചെയ്യുമ്പോൾ അതിന് യാതൊരു വിലയുമില്ല, ഒന്നും സാധിക്കില്ല. ഇത് വലിയൊരു ലോകയുദ്ധത്തിലേക്ക് മാറിപ്പോകും, വഴുതും. അതിൽ യാതൊരു സംശയമില്ല. ഈ നിലയിലാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ തെമ്മാടി ഹമാസിനെ അവിടെ നിന്ന് മാറ്റുക. അവർ മാറിക്കഴിഞ്ഞാൽ അവിടെ സമാധാനമായി കഴിഞ്ഞു. പിന്നെ ഇസ്രായേൽ അങ്ങനെ ഒന്നും ഇസ്രായേൽ എന്ന് വെച്ചാൽ പിശാചുക്കൾ, അവർ ക്രൂരന്മാരല്ല, അവരും മനുഷ്യരാണ്. അവരെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അവരുടെ രാജ്യത്തിനും അവരുടെ പ്രജകൾക്കും വേണ്ടി ചെയ്യുന്നതാണ്. അതിനാർക്കും കുറ്റം പറയാൻ പറ്റില്ല. ഹമാസിന് എന്താണ് കാരണം? ഈ പാലസ്തീൻ പാവപിടിച്ച പാലസ്തീനെ ഇത്രയും മോശമായി കൊണ്ടെത്തിച്ചത് ഹമാസല്ലേ? അവരുടെ ഇഷ്ടത്തിന് അവരുടെ തോന്നിവാസം കാണിക്കുന്നു. മറ്റ് രാജ്യങ്ങളുടെ മറ്റ് തീവ്രവാദി സംഘടനയും അവർ പറയുന്നതനുസരിച്ച് അവരുടെ പ്രഖ്യാപനങ്ങൾക്ക് അനുസരണമായി ഹമാസ് ഈ കാണിക്കുന്ന ഈ വൃത്തികേടുകൾക്ക് ഒരവസാനം വന്നിരുന്നുവെങ്കിൽ ഈ ഇസ്രായേൽ ഇത്ര ക്രൂരത അവിടെ കാണിക്കില്ലായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചത് സംഭവിച്ചു. ഇനി അത് സംഭവിക്കാതിരിക്കാൻ ഒരിക്കൽ കൂടി പറയുന്നു, ബന്ദികളെ മൊത്തം മോചിപ്പിക്കുക,
ഹമാസ് ഒരാളില്ലാതെ ഹമാസ് ഭീകരരെ പുറത്താക്കുക, ഓട്ടോമാറ്റിക്കായി ഈ ലോകരാഷ്ട്രങ്ങൾ ഒന്നായി ചേർന്നാൽ അവർക്ക് പലസ്തീന് സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കും, അവരുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും. ഒരിക്കലും ഇസ്രായേൽ അതിന് എഗൻസ്റ്റ് നിൽക്കില്ല. ഇസ്രായേലിനെ ചൊറിയാൻ ആരും പോകാതിരുന്നാൽ മതി, അവരവരുടെ കാര്യമായി ജീവിച്ചോളും. അത് മാത്രമേ ഉള്ളൂ. ഇതാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇന്നിപ്പോൾ ഈ ലോക സമാധാനത്തിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത്. ഈ പ്രത്യേകിച്ച് യു കെ ചെയ്യേണ്ടത് ഇങ്ങനെയായിരുന്നു. യു കെയും ഈ സ്പെയിൻ, ഫ്രാൻസ് ഇവരൊക്കെ ഇപ്പോൾ എടുത്ത കാര്യം എടുക്കേണ്ടതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടതായിരുന്നു ഈ ഹമാസിന് ഇതിനെല്ലാം ഈ അക്രമങ്ങളെ നിർത്തുക, സമാധാന അന്തരീക്ഷം. ഇതൊക്കെ ഓട്ടോമാറ്റിക് അവിടെ സ്വതന്ത്രമായി കിട്ടും. അതിന് ഒരിക്കലും നെതന്യാഹു ഒന്നും ചെയ്യില്ല, അവരെ അംഗീകരിക്കത്തേ ഉള്ളൂ. കാരണം ഇസ്രായേലിൽ മുസ്ലിംസുണ്ട്, സമാധാനം ജീവിക്കുന്ന ഇസ്രായേലി മുസ്ലിംസുണ്ട്. അവരെ ഒന്നും ആരും തേടിപ്പിടിച്ച് ആരും ഒന്നും ഉപദ്രവിക്കാറില്ല, സമാധാനപ്രിയരാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. സാഹചര്യം അവരെ പലതിനും പ്രേരിപ്പിക്കുന്നു. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഈ UK അടക്കമുള്ള രാജ്യങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു, ആദ്യം ബന്ദികളെ കംപ്ലീറ്റ് ഇസ്രായേലിനെ ഏൽപ്പിക്കുക. അത് പല ഘട്ടങ്ങളാക്കരുത്. ഉള്ള ബന്ദികൾ, ജീവനുള്ള ബന്ദികളെ ഏൽപ്പിക്കുക. ഒരാളില്ലാതെ എല്ലാ ഭീകരെയും പുറത്താക്കുക. പാലസ്തീൻ ഗസയിൽ അവർ സുഖമായി ജീവിക്കാനുള്ള സംവിധാനം 100% ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യും. ആ സ്വാതന്ത്ര്യത്തിനും എല്ലാത്തിനും. ഇത് എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ലോകരാഷ്ട്രം ഇങ്ങനെയുള്ള ഒരു ദിശയിലേക്കാണ് ഇനി പോകേണ്ടത്. ഇത് തന്നെയായിരിക്കും സമാധാനത്തിലേക്ക് ഏറ്റവും എളുപ്പമായ വഴി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക, സാധിച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു. ബൈ.